ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ബുർജ് ഖലീഫിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടാണ്. ദുബായിൽ വന്നിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായ ഒരു കാര്യമാണ്. ആദ്യം ബുർജ് ഖലീഫ കാണണമെന്നാണ്, പിന്നെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കയറണമെന്നേനു. അങ്ങനെ ഫൈനലി ഇപ്പം ആണ് സാധിച്ചത്. 2-3 കൊല്ലമായിട്ടില്ല, ഞാനിവിടെ 7 കൊല്ലമായിട്ട് ആദ്യമായിട്ട് 8 കൊല്ലം ആവാൻ പോകുന്നതാണ്. എന്നിട്ട് ഇവർ കയറിയില്ല. പക്ഷെ എൻ്റെ ഇപ്പോൾ 4 കൊല്ലമായി. അപ്പം ഞാൻ കയറാൻ വേണ്ടി പോകുന്നതാണ്. സോ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ടിക്കറ്റിൽ ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഷോപ്പിംഗ് ബാഗും കയ്യിലുള്ള ബാഗ്, സ്റ്റോളർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യം കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെക്കേണ്ടി വരും. ആ പുള്ളിക്കാരൻ കാണിച്ചെന്ന ആ ഒരു ഫ്ലവർ പോലത്തെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് കാണാൻ പറ്റുന്നതെന്ന്. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഈ സൈഡിലായിട്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റേജസ് ആണ്. 2004 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്. ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ന് പറയുക അത്രക്ക് സ്പീഡിലാകുന്നതുകൊണ്ടാണ് ഇപ്പോൾ 2006 ആകുമ്പോഴത്തേക്ക് തന്നെ 50ാമത്തെ നില അവർ സെറ്റാക്കി എടുത്തത്. അപ്പം അത്രയും സ്പീഡായിരിക്കുമല്ലോ. 2007 ആകുമ്പോഴത്തേക്കും, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അവർ 100ാമത്തെ ലെവൽ വരെ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആകുമ്പോഴത്തേക്ക് ഏകദേശം എന്താ പറയുക സെറ്റായിട്ടുണ്ട്. 2009 ആകുമ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേൾഡ് റെക്കോർഡ് നേടിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ഏറ്റവും ഹൈറ്റ് നമ്മൾ പ്ലെയിനിൽ പോകാൻ പറ്റും. പിന്നെ ദുബായിൽ വന്ന എല്ലാവരും ഫസ്റ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും ബുർജ് ഖലീഫയാണല്ലോ. അങ്ങനെ ഇതിൻ്റെ മേലെ കയറാൻ പറ്റിയിട്ട് ഭയങ്കര എന്താ പറയുക ഹാപ്പിയാണ്. കൺസ്ട്രക്ഷൻ ടൈം അവിടെ പണിയെടുത്ത വർക്കേഴ്സിനെയും പിന്നെ ഓരോരോ സാധനങ്ങൾ അങ്ങനെയെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഡിസ്പ്ലേയെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കയറുന്നത് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 124ഉം 125th ഫ്ലോറാണ്. അപ്പോൾ എന്താ പറയുക സ്വിച്ച് ഇട്ട പോലെ നമ്മൾ മേലേക്ക് എത്തും, ഒറ്റ മിനിറ്റ് കൊണ്ട് എത്തും. Just 1 minute, you will go to level 124. After you finish from 124, you can use the stairs 125. Okay? Right. Oh my God. TV. അറിഞ്ഞില്ലേ നീ എന്ത് ഡാൻസ് കളിക്കുന്നു? Let's start from the open balcony. നടന്നോ?
പിന്നെ നമുക്ക് ഇവിടുന്ന് സോനിയർ എല്ലാം വാങ്ങാം. ബുർജ് ഖലീഫ എന്നുള്ള ഏരിയയിലുള്ള സംഭവങ്ങളെല്ലാം ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടാകുമ്പോൾ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു 3D വ്യൂ ഉള്ള ഒരു കൗണ്ടറാണ്. ഇവിടെ ആൾക്കാരിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട്. നമ്മൾ നല്ല അടിപൊളി ടൈമിംഗ് ആണ് ചൂസ് ചെയ്തത്. ആ ടൈമിങ്ങിന് നമ്മൾ കൃത്യമായിട്ട് എടുത്തത് കൊണ്ട് ഒരു 5:30 അങ്ങനെയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഡേ ടൈമും നൈറ്റ് ടൈമും കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും കൂടെ നമുക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി. അടിപൊളി. ബുർജ് ഖലീഫ അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഡേ ടൈമും നൈറ്റ് വ്യൂ എല്ലാം കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി ദുബായ് മോളിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്.
അങ്ങനെ ബുർജ് ഖലീഫയിൽ കയറണം എന്നുള്ള ആഗ്രഹം അങ്ങനെ സാധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റോറിൻ്റെ ആയിരുന്നു, നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങളിലും വാങ്ങുന്നെങ്കിൽ വാങ്ങാൻ, ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക, നമ്മളിവിടെ പോയിന് അപ്പം വാങ്ങി തന്നാലും പറ്റും, ആർക്കും ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ദുബായ് മാളിലേക്കാണ് വിട്ടത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ ഫുൾ ടർക്കിഷ് ഐറ്റംസ് ആണ്, ബക്ലാവിയും കേക്ക്സും ചോക്ലേറ്റും അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ എന്താ പറയുക, അതെല്ലാം ഒന്ന് ചുറ്റിക്കണ്ട്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് ട്രൈ ചെയ്യാനെല്ലാം തന്നു. അതിനിങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ 2 ചോക്ലേറ്റ്സ് അവിടുന്ന് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാംഗോ ഫ്ലേവറും പിന്നെ വേറൊരു സിമ്പിൾ നട്ട്സും എല്ലാം വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് വിട്ട്. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫയിൽ കയറിയ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.